നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ തുടർച്ചയായ ചുമതലക്കാരൻ എന്ന അപൂർവ വിശേഷണത്തിൽ നിന്ന് ഇടവേളയെടുക്കാൻ ഒരുങ്ങി ഇടവേള ബാബു. കാൽ നൂറ്റാണ്ടായി അമ്മയുടെ വിവിധ ഔദ്യോഗിക പദവികളിൽ തുടരുന്ന നിലവിലെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഇനി ഭാരവാഹിയാകാൻ ഇല്ല എന്ന നിലപാടിലാണ്. ഇതുൾപ്പെടെ വൻ മാറ്റങ്ങൾക്കാകും അമ്മയുടെ ഇക്കൊല്ലത്തെ പൊതുയോഗം സാക്ഷ്യം വഹിക്കുക. 3 വർഷത്തിലൊരിക്കലുള്ള തിരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത്. അമ്മയുടെ ചുമതലയിലേക്ക് പുതിയ ആളുകൾ വരേണ്ടതുണ്ടെന്നും അതിനാലാണ് താൻ ഒഴിയുന്നതെന്നും ബാബു പറയുന്നു. പ്രസിഡന്റായ നടൻ മോഹൻലാലും ചുമതലയൊഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ജൂൺ 30-ന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് പൊതുയോഗം. വോട്ടവകാശമുള്ള 506 അംഗങ്ങളാണ് സംഘടനയിലുള്ളത്. ജൂൺ 3 മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. പോയ വർഷം തന്നെ സ്ഥാനമൊഴിയാൻ ഇടവേള ബാബു സന്നദ്ധത അറിയിച്ചെങ്കിലും നടൻ മമ്മൂട്ടിയുടെ സ്നേഹസമ്മർദ്ദത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. 1994-ൽ അമ്മ നിലവിൽ വന്ന ശേഷമുള്ള 3ാമത്തെ ഭരണസമിതിയിലാണ് ജോയിന്റ് സെക്രട്ടറിയായി ഇടവേള ആദ്യമെത്തിയത്. പിന്നീട് ഇന്നോളം വിവിധ പദവികളിൽ തുടരുകയായിരുന്നു. സംഘടനയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്കും ഇത്തവണത്തെ പൊതുയോഗം വേദിയാകും. ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇൻഷുറൻസിനും പ്രവർത്തന ചെലവിനും ഉൾപ്പെടെ 3 കോടി രൂപയെങ്കിലും സംഘടന പ്രതിവർഷം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമായ 112 അംഗങ്ങൾക്കാണ് നിലവിൽ കൈനീട്ടം നൽകുന്നത്. പലപ്പോഴും ഈ തുക കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട്. താരനിശകൾ ഉൾപ്പെടെ നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത്. സാമ്പത്തിക വരുമാനം ഉയർത്താൻ സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇക്കുറി ഉണ്ടാകുമെന്നാണ് സൂചന.